എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇതെന്താ എക്കോയാ? ഇന്ന് എന്റെ ഷോയിലുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആളാരായിരുന്നു പറയണ്ടല്ലോ. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സുരേഷ് ഏട്ടന്റെ മകൻ മാധവ് സുരേഷ് ഗോപിയാണ്. ഹലോ മാധവ്, നമസ്കാരം. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു. JSK ആണ് ഫുൾ സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ ഫുൾ നിങ്ങളുടെ റീൽസ്, നിങ്ങളുടെ ഇന്റർവ്യൂസ് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. സത്യം. മാധവാണ് വരുന്നാല് മാധവനെ കുറിച്ച് പൊതുവേ കേൾക്കുന്ന ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളാണ്. എന്നെ അധികം പോഴത്തെ വഷളാക്കരുത്. പൊട്ടത്തരങ്ങളൊന്നും ചോദിക്കരുത്. എന്നോട് ഇത് പറഞ്ഞത് പൊട്ടത്തരൊന്നും ചോദിക്കില്ല കേട്ടോ. ആളുടെ ആൻസേഴ്സ് ഒക്കെ ഭയങ്കര മനുഷ്യനാ, എന്റെ ഭാഗത്തുനിന്നും പൊട്ടത്തരങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ഭയങ്കര ഷാർപ്നെസ്, എന്താ പറയാ, ഭയങ്കര മെച്ചൂർഡ്. എന്താ നെക്സ്റ്റ് പൃഥ്വിരാജ് ലോഡിംഗ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? പടക്കളം the movie. I have to say this, loved Sandeep's performance. Sandeep Pradeep, Yes. loved his performance. രണ്ട് മൂന്ന് പേജസ് വളരെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വിട്ടതായിരുന്നു. മാധവ് സുരേഷ് ഈ ക്യാരക്ടർ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. Again, the altering perspective of people. നിങ്ങൾ തന്നെ PR ഇട്ടിട്ട് PR-ന് വേണ്ടി തനിയെ ചെയ്യുന്നതല്ലേ? ഈ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും മീഡിയക്കാർ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാനാണ് ചെയ്യുന്നത്. അവരുടെ റീച്ചിന് വേണ്ടി തമ്മിൽ തല്ലിപ്പിക്കുകയാണ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഏറ്റവും കൂടുതൽ എനിക്കിത് പറയാനുള്ള ട്രോളന്മാരോടാ. മറ്റാൾക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫോക്കസ് ഓൺ യുവർ ഓൺ ഗ്രോത്ത് ഇഫ് യു ക്യാൻ. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം.